ഈ വീഡിയോയിൽ മികച്ച റൊമാൻറ്റിക് സിനിമകളെ ഉൾപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പ്രാധാന്യം നൽകിയിരിക്കുന്നത് എല്ലാ തരത്തിലുമുള്ള റൊമാൻറ്റിക് സിനിമകളും എക്സ്പ്ലോർ ചെയ്യാനാണ്. അതിനാൽ അങ്ങനെയുള്ളൊരു ഓർഡറിലാണ് സിനിമ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഏറ്റവും ചെറുപ്പം മുതൽ തുടങ്ങാം. വളരെ ചെറിയ പ്രായത്തിൽ തോന്നുന്ന അട്രാക്ഷൻ അല്ലെങ്കിൽ ക്രഷ് എന്നൊക്കെ വിളിക്കാവുന്ന നമുക്ക് എല്ലാം ഉണ്ടായിട്ടുള്ള ഫീലിംഗിന്റെ കഥ പറയുന്ന സിനിമയാണ് ലിറ്റിൽ മൻഹാട്ടൻ. തന്റെ മാതാപിതാക്കളുടെ ഡിവോഴ്സ് ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് ഗേബ് തന്റെ പഴയ പരിചയക്കാരിയായ റോസ്മേരിയെ ഒരു കരാട്ടെ ക്ലാസ്സിൽ വെച്ച് കാണുന്നത്. ഇതുവരെ റോസ്മേരിയോട് തോന്നാത്തൊരു അട്രാക്ഷൻ അന്നു മുതൽ ഗേബിന് തോന്നുന്നു. തുടർന്നുള്ള ഇവരുടെ മനോഹരമായ ബന്ധത്തിന്റെ കഥ സിനിമ നമുക്ക് മുന്നിൽ വെക്കുന്നു. ഒരു ചൈൽഡ്ഹുഡ് ക്രഷ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കട്ടൻ നൊസ്റ്റാൾജിയ അടിക്കാൻ ഈ സിനിമ സഹായിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അഡോറബിൾ ഫിലിം. ആൺകുട്ടികൾ കുറച്ചുകൂടി വലുതായാൽ പിന്നെ ലിറ്റിൽ മൻഹാട്ടനിലെ പോലെ പെൺകുട്ടികൾ അധികം മൈൻഡ് ചെയ്യില്ല. ആ ഒരു കാലഘട്ടമാണ് ഏർലി ടീനേജ്. ഈ പ്രായത്തിലെ ഒരു റൊമാൻസിന്റെ കഥ പറയുന്ന സിനിമയാണ് ഫ്ലിപ്ഡ്. തന്റെ അടുത്ത വീട്ടിലേക്ക് താമസം മാറി വരുന്ന ജൂലി എന്ന പെൺകുട്ടിയെ ആദ്യം മുതലേ ബ്രൈസ് എന്ന പയ്യന് ഇഷ്ടമല്ല. എന്നാൽ പിന്നീട് അവൻ തന്റെ ഉള്ളിലെ പ്രണയം തിരിച്ചറിയുമ്പോൾ ജൂലിയെ നേടുക അത്ര എളുപ്പമല്ല. ആദ്യം നമുക്ക് അട്രാക്ഷൻ തോന്നാത്ത പലരോടും പിന്നീട് നമുക്ക് അട്രാക്ഷൻ തോന്നുമ്പോൾ നമ്മൾ നഷ്ടമാക്കിയ സമയം തിരിച്ചു കിട്ടില്ല. അത്തരം ഒരു ഓൺ ഓഫ് പ്രണയമാണ് ഈ സിനിമയിൽ. ഒരുപാട് നല്ല മൊമെന്റ്സ് സിനിമയിലുണ്ട്. ടു ഓൾ ദ ബോയ്സ് ഐ ഹാവ് ലവ്ഡ് ബിഫോർ ഫിലിം സീരീസും ടീനേജ് ലവ് നന്നായി പോർട്രേ ചെയ്യുന്നുണ്ട്. ഈ സിനിമ ഒരു ഗേൾ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് പറയുന്നത്. ദ പേഴ്സ് ഓഫ് ബീയിങ് എ വാൾഫ്ലവർ ഇത്തരത്തിൽ ടീനേജ് ലവ് ഡിസ്കസ് ചെയ്യുന്ന സിനിമയാണ്. എന്നാൽ മറ്റു സിനിമകളേക്കാൾ ഈ സിനിമ കുറച്ചുകൂടി പക്വതയോടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കൂടാതെ ടീനേജിൽ നമ്മൾ നേരിടുന്ന മറ്റ് പല അനുഭവങ്ങളും സിനിമയിലുണ്ട്. ചാർലി പുതുതായി സ്കൂളിൽ വരുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളും അതിനെ മറികടക്കാൻ അവനെ സഹായിക്കുന്ന പുതിയ സീനിയർ സുഹൃത്തുക്കളുടെയും കഥയാണിത്. ഇതിൽ പ്രണയം ഒരു പ്രധാന ഘടകമാണ്. ടീനേജ് റൊമാൻസിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ദ ഫോൾട്ട് ഇൻ അവർ സ്റ്റാർസ്. അധികം സിനിമകളിലൊന്നും നമുക്ക് ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിനെ നന്നായി ഡെവലപ്പ് ചെയ്തെടുത്ത സ്റ്റോറീസ് കാണാൻ കഴിയില്ല. ഒരു ക്യാൻസർ സപ്പോർട്ട് ഗ്രൂപ്പിൽ വെച്ച് കാണുന്ന രണ്ടുപേർ, ചാമിങ്ങും ടോക്കറ്റീവുമായ അഗസ്റ്റും റിസർവ്ഡ് ആൻഡ് ലോണിയായ ഹേസലും. ഇതിലെ ഹേസലിന്റെ ഒരു ആഗ്രഹം സാധിക്കാൻ ഇവർ രണ്ടുപേരും ഇറങ്ങിത്തിരിക്കുന്നതാണ് കഥ. ഓരോ നിമിഷവും നമ്മളെ സ്ക്രീനിൽ തന്നെ തളച്ചിടാനുള്ള ഒരു കഴിവ് ഈ സിനിമയ്ക്കുണ്ട്. അതിന് ഇവരുടെ ഇടയിലെ കെമിസ്ട്രിയും വലിയ കാരണമാണ്. ആർക്കും ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയാത്തൊരു സിനിമ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ ബിഫോർ സൺറൈസിനെ കുറിച്ച് എങ്ങനെ പറയാതിരിക്കും. ട്രെയിനിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കാണുകയും അവളെ പ്രണയിക്കുകയും ചെയ്യുന്നത് വാരണമായിരം ഒക്കെ കണ്ട് എല്ലാവരുടെയും ഒരു ഫാന്റസിയായി മാറിയിട്ടുണ്ട്. അതേപോലെ ഒരു കഥയാണ് ബിഫോർ സൺറൈസ്. ജെസ്സിയും സെലീനും ട്രെയിനിൽ വെച്ച് പരിചയപ്പെടുന്നു. ശേഷം അവർ ട്രെയിൻ യാത്ര ഉപേക്ഷിക്കുകയും നേരം പുലരുന്നത് വരെ കറങ്ങാൻ തീരുമാനിക്കുന്നു. ഇവരുടെ ഈ ചുറ്റിലാണ് സിനിമയുടെ ബാക്കി കാഴ്ച. ഇവർക്കിടയിലെ സംഭാഷണങ്ങളാണ് സിനിമയിലെ ഏറ്റവും മികച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനുശേഷം ബിഫോർ സൺസെറ്റ്, ബിഫോർ മിഡ്നൈറ്റ് എന്നിങ്ങനെ സെക്കൻഡും തേർഡും ഇറങ്ങി. മൂന്നും കാണാൻ ശ്രമിക്കുക. ഇനി ക്ലാസിക് പ്രണയങ്ങൾ പറയുന്ന ചില സിനിമകളുണ്ട്. പാവപ്പെട്ട നായകൻ പണക്കാരിയായ നായിക, അല്ലെങ്കിൽ തിരിച്ച്. ഒന്നിക്കാൻ പാടില്ലാത്ത ആളുകളുടെ കഥയാണ് ഇവ പറയുന്നത്. ആ വേർതിരിവ് പണം കൊണ്ട് മാത്രമാകണമെന്നില്ല. ഈ കാറ്റഗറിയിൽ ആദ്യം ഓർമ്മ വരുന്ന സിനിമയാവും ടൈറ്റാനിക്. കപ്പൽ ദുരന്ത കഥയായി ഓർക്കുന്ന സിനിമ സത്യത്തിൽ നല്ലൊരു ലവ് സ്റ്റോറി ആണെന്നത് മിക്കപ്പോഴും ആളുകൾ മറക്കുന്നു. ഇതേ തീവ്രതയിൽ പ്രണയം പറഞ്ഞ സിനിമയാണ് ദ നോട്ട്ബുക്ക്. ആലി, നോവ എന്നിവരുടെ പ്രണയകഥയാണിത്. വെക്കേഷന് നാട്ടിൽ വരുന്ന ആലി അവിടെ വെച്ച് നോവയെ കാണുകയും വൈകാതെ പ്രണയത്തിലാവുന്നു. ആലിയുടെ വീട്ടുകാർ തടയുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് തുടർന്നുള്ള കഥ. ക്ലീഷേ കഥ എന്ന് തോന്നുമെങ്കിലും തിരക്കഥ സിനിമയെ വേറിട്ട് നിർത്തുന്നു. ഇതേപോലെ തന്നെ കാണാവുന്ന എന്നാൽ ഇത്രയും മെലോഡ്രാമ ഇല്ലാത്തൊരു സിനിമയാണ് മീ ബിഫോർ യു. പണക്കാരനായ വിൽ ശരീരം തളർന്ന ഒരു വ്യക്തിയാണ്. അയാളെ നോക്കാൻ വരുന്ന കെയർ ടേക്കറാണ് ലൂയിസ. ഇവർക്കിടയിലെ ബന്ധത്തിന്റെ കഥയാണ് മീ ബിഫോർ യു. ലൈറ്റ് നർമ്മത്തിന്റെ മൂഡിലാണ് സിനിമ പോകുന്നത്. വിവാഹ ജീവിതത്തിലെ മനോഹര പ്രണയം പറയുന്ന സിനിമകളും കുറേയുണ്ട്. ഇതിൽ പുതുമയുള്ള ചില സിനിമകൾ പറയാം. ദ വാവ്. പേജ് ലിയോ ദമ്പതികൾക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു. ശേഷം കോമയിൽ നിന്ന് രക്ഷപ്പെടുന്ന പേജ് തന്റെ ജീവിതത്തിലെ കഴിഞ്ഞ 5 വർഷം മറന്നിരിക്കുന്നു, കൂടെ തന്റെ ഭർത്താവിനെയും. പേജിനെ വീണ്ടും തന്റെ ജീവിതത്തിലേക്ക് ചേർക്കാൻ ശ്രമിക്കുന്ന ലിയോയുടെ ശ്രമങ്ങളാണ് തുടർന്ന സിനിമയിൽ. ഇതൊരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയെടുത്ത സിനിമയാണ്. ഇതേപോലെ തന്നെ വ്യത്യസ്തമായ കഥയാണ് PS ഐ ലവ് യു എന്ന സിനിമയുടേതും. ഹോളിക്ക് തന്റെ ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് അയച്ച കത്തുകൾ ഓരോ ദിവസവും കിട്ടുന്നു. ഈ കത്തുകളിലെ പ്ലാൻ പോലെ ഹോളിക്ക് പുതിയൊരു ജീവിതം ജെറി ഒരുക്കുന്നതാണ് കഥ. ടൈം ട്രാവൽ എന്ന കോൺസെപ്റ്റ് റൊമാൻസിനോട് ചേർത്ത സിനിമകളാണ് എബൌട്ട് ടൈം, ദ ടൈം ട്രാവലേഴ്സ് വൈഫ് എന്നീ സിനിമകൾ. രണ്ടും പറയുന്നത് ടൈം ട്രാവൽ എങ്ങനെ പ്രണയത്തെയും ജീവിത ബന്ധങ്ങളെയും ബാധിക്കുന്നു എന്നാണ്. രണ്ടിലും റേച്ചൽ മെക്കാഡംസ് ആണ് നായിക എന്നൊരു കോമൺ ഫാക്ടർ ഒഴിച്ചു നിർത്തിയാൽ രണ്ട് സിനിമയും എല്ലാ തരത്തിലും വ്യത്യസ്തമാണ്. എന്നാൽ രണ്ടിലും പ്രണയത്തിന്റെ തീവ്രതയ്ക്ക് ഒരു കുറവുമില്ല. പ്രണയം എന്ന് പറയുമ്പോൾ എല്ലാവരും ബോധപൂർവമോ അല്ലാതെയോ മറന്നുപോകുന്ന ഒന്നാണ് സ്വർഗ്ഗാനുരാഗം. ഹോമോസെക്ഷാലിറ്റിയോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്ത് തന്നെ ആയാലും നിങ്ങൾ നല്ല സിനിമകളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ 2 സിനിമകൾ കാണുക. 2 പുരുഷന്മാർക്കിടയിലെ അട്രാക്ഷന്റെ കഥ പറയുന്ന സിനിമയാണ് കോൾ മീ ബൈ യുവർ നെയിം. ഇറ്റലിയിലെ തന്റെ കുടുംബ വീട്ടിൽ നിൽക്കാമെന്ന ഏലിയോ അവിടെ വെച്ച് തന്റെ അച്ഛന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒളിവർ എന്ന യുവാവുമായി ഒരു അടുപ്പം ഉണ്ടാവുകയും അത് അവരുടെ ജീവിതത്തെ എങ്ങനെ മാറ്റുന്നു എന്നതുമാണ് കഥ. വളരെ ലൈറ്റ് ആയ ഒരു റൊമാൻറ്റിക് ഡ്രാമയാണിത്. ഇതേ തട്ടിൽ വെക്കാവുന്ന എന്നാൽ കുറച്ചുകൂടി എക്സോട്ടിക് ആയ മറ്റൊരു സിനിമയാണ് ബ്ലൂ ഈസ് ദ വാമസ്റ്റ് കളർ. ഈ സിനിമ ഒരു നല്ല കമ്മിങ് ഓഫ് ഏജ് സിനിമ കൂടിയാണ്. അഡേൽ എന്ന പെൺകുട്ടി തന്റെ സെക്ഷുവാലിറ്റിയിൽ നേരിടുന്ന സംശയങ്ങളും ശേഷം അത് എമ്മ എന്ന ഓപ്പൺലി ലെസ്ബിയൻ സ്ത്രീയിൽ എത്തുന്നതും തുടർന്നുള്ള ഇവരുടെ ബന്ധത്തിന്റെ കഥയുമാണ് ബ്ലൂ ഈസ് ദ വാമസ്റ്റ് കളർ. അഡൾട്ട് കണ്ടന്റ് കുറച്ച് കൂടുതലാണ് എന്നതാണ് സിനിമ നേരിട്ടൊരു വിമർശനം. ഇത് പൂർണ്ണമായും ഫ്രഞ്ച് ഭാഷയിലും കോൾ മീ ബൈ യുവർ നെയിം ഇംഗ്ലീഷ്, ഇറ്റാലിയൻ ഭാഷകളിലുമാണ്. പ്രണയം മനുഷ്യരോട് മാത്രം തോന്നുന്ന ഒരു വികാരമല്ല എന്ന് കാണിച്ചു വന്ന സിനിമയാണ് ഹെർ. തിയഡോർ എന്ന എഴുത്തുകാരൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വാങ്ങുന്നു.
അതിനൊരു സ്ത്രീയുടെ ശബ്ദവും നൽകുന്നു, സമാന്ത എന്ന പേരും. തന്റെ ഭാര്യയുമായി ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്ന തിയഡോറിന് സമാന്ത ഒരു ആശ്വാസമായിരുന്നു. എന്നാൽ തിയഡോറിന് സമാന്തയോട് വല്ലാത്ത അടുപ്പം തോന്നുകയും അതൊരു പ്രണയമായി മാറുന്നതും ശേഷം അയാളുടെ ജീവിതത്തെ അത് എങ്ങനെ ബാധിക്കുന്നു എന്നതുമെല്ലാമാണ് കഥ. ഇതേപോലെ ഫ്യൂച്ചർ ലോകത്ത് പ്രണയത്തിന് വരുന്ന മാറ്റങ്ങൾ കാണിച്ച മറ്റൊരു സിനിമയാണ് ഇറ്റേണൽ സൺഷൈൻ ഓഫ് സ്പോട്ട്ലെസ് മൈൻഡ്. തങ്ങളുടെ പ്രണയത്തിന്റെ മെമ്മറി മായ്ച്ചു കളഞ്ഞ രണ്ട് കമിതാക്കൾ വീണ്ടും കാണുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിൽ. രണ്ട് സിനിമയും പ്രണയത്തെ വളരെ ഡീപ്പായി ഇന്റർപ്രറ്റ് ചെയ്യുന്ന സിനിമകളാണ്. നോർമൽ റൊമാൻറ്റിക് ഡ്രാമ പ്രതീക്ഷിച്ച നിരാശ ഉണ്ടായേക്കാം. പ്രണയത്തിന് കണ്ണില്ല എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാന കാരണമാണ് പ്രണയിക്കുന്നവർക്കിടയിലെ പ്രായത്തിന്റെ അന്തരം. ചിലപ്പോൾ തന്നേക്കാൾ പ്രായം കുറഞ്ഞവരോടോ കൂടിയവരോടോ പ്രണയം തോന്നാം. അത്തരം പ്രണയം പറഞ്ഞ സിനിമകളാണ് ദ റീഡർ, മലീന, അമേരിക്കൻ ബ്യൂട്ടി എന്നിവ. ദ റീഡർ എന്ന സിനിമയിൽ മൈക്കിൾ എന്ന ചെറുപ്പക്കാരൻ ഹന്ന എന്ന മുതിർന്ന സ്ത്രീയുമായി പ്രണയത്തിലാവുന്നതാണ് കഥ. തീവ്രമായ പ്രണയരംഗങ്ങൾ സിനിമയിൽ ഒരുപാടുണ്ട്. മലീന എന്ന ഇറ്റാലിയൻ സിനിമയും സിമിലർ കഥയാണ് പറഞ്ഞതെങ്കിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമത്, മലീനയിൽ കൂടുതലായും റെനേറ്റോ എന്ന പയ്യൻ മലീന എന്ന നാട്ടിലെ എല്ലാവരും ഒരേപോലെ ആഗ്രഹിക്കുന്ന സ്ത്രീയെ ഫാന്റസൈസ് ചെയ്യുന്നു എന്ന പോയിന്റ് ഓഫ് വ്യൂവിലാണ് കഥ പുരോഗമിക്കുന്നത്. ഇവിടെ പ്രണയത്തേക്കാൾ സെക്ഷൽ അട്രാക്ഷൻ മേൽക്കൈ നേടുന്നു. സെക്ഷൽ അട്രാക്ഷന് പ്രാധാന്യം നൽകുന്ന ക്ലാസിക് സിനിമയാണ് അമേരിക്കൻ ബ്യൂട്ടി. മധ്യവയസ്കനായ ലെസ്റ്ററിന്റെ ഫാമിലി ലൈഫ് പൊതുവെ നല്ലത് എന്ന് തോന്നുമെങ്കിലും അയാൾക്ക് അതൊരു കംപ്ലീറ്റ് ദുരന്തമായിരുന്നു. അങ്ങനെ ഇരിക്കവേ അയാൾക്ക് തന്റെ മകളുടെ കൂട്ടുകാരിയോട് അട്രാക്ഷൻ തോന്നുന്നു. തുടർന്ന് നടക്കുന്ന സംഭവബഹുലമായ കാര്യങ്ങളാണ് സിനിമയുടെ കഥ. സിനിമ പൂർണ്ണമായും പ്യുവർ റൊമാൻസ് ആണെന്ന് പറയാൻ കഴിയില്ല. ഇതൊരു പ്രത്യേക സിനിമയാണ്, കണ്ടു തന്നെ അറിയുക. പ്രണയത്തിന് പ്രായം ഒരു തടസ്സമല്ലെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ പ്രായം ഏതായാലും പ്രണയത്തിന്റെ തീവ്രതയെ നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല എന്ന സന്ദേശം മുന്നോട്ട് വെക്കുന്ന സിനിമയാണ് ദ ബ്രിഡ്ജസ് ഓഫ് മാഡിസൺ കൗണ്ടി. വിവാഹിതയും രണ്ട് മക്കളുടെ അമ്മയുമായ ഫ്രാൻസിസ്ക എന്ന സ്ത്രീ ആ നാട്ടിലേക്ക് വന്ന ഒരു ഫോട്ടോഗ്രാഫറായ റോബർട്ട് എന്ന ആളുമായി ഉണ്ടാവുന്ന ഒരു പ്രത്യേക ബന്ധത്തിന്റെ കഥയാണ് ദ ബ്രിഡ്ജസ് ഓഫ് മാഡിസൺ കൗണ്ടി. എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഇത്രയും കൺവിൻസിംഗ് ആയി കാണിച്ച അധികം സിനിമകളില്ല. പ്യുവർ റൊമാൻസ് നിങ്ങൾക്ക് ഈ സിനിമയിൽ കാണാം.